പ്രധാന സംഭവങ്ങളിലേക്ക് പോകാം. ഇന്ന് ഇത് സംഭവിക്കും. വഖഫ് JPC റിപ്പോർട്ട് ഇന്ന് ലോക്സഭയിൽ സംയുക്ത പാർലമെന്ററി സമിതി അധ്യക്ഷൻ ജഗ്രാംബിക പാൽ റിപ്പോർട്ട് അവതരിപ്പിക്കും. പാർലമെന്ററി സംയുക്ത സമിതിയുടെ രേഖകളും മേശപ്പുറത്ത് വെക്കും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വാശിയേറിയ പ്രചരണവുമായി മുന്നണികൾ. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. സുരേഷ് ഗോപിയുടെ ഗോത്രവർഗ മന്ത്രി പരാമർശത്തിൽ പ്രതിഷേധം കടുക്കും. പരാമർശം യാദർച്ഛികമല്ലെന്ന് CPI. ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് നീക്കം. ബാലരാമപുരം കൊലപാതകത്തിൽ പ്രതിയായ ഹരികുമാറിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. മാനസികാരോഗ്യ വിദഗ്ധന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. അമ്മ ശ്രീധുവിനെതിരായ ആരോപണങ്ങളും പോലീസ് പരിശോധിക്കും. ആൺ സുഹൃത്തിന്റെ മർദ്ദനമേറ്റ് ചോറ്റാനിക്കരയിൽ പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവത്തിൽ തുടർ നീക്കവുമായി പോലീസ്. റിമാൻഡിലുള്ള സുഹൃത്ത് അനൂപിനായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. അനൂപിന്റെ ലഹരി ഇടപാടടക്കം പരിശോധിക്കും. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ ചെന്താമരയ്ക്കായി 2 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ട് പോലീസ് ഇന്ന് അപേക്ഷ സമർപ്പിക്കും. നാളെ ശക്തമായ സുരക്ഷാ വലയത്തിൽ തെളിവെടുപ്പ് നടത്തും. ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സുരക്ഷയും പ്രദേശത്ത് ഉണ്ടാവും. കൊച്ചി ഗ്ലോബൽ സ്കൂൾ വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യയിൽ കുടുംബാംഗങ്ങൾ ഇന്ന് കളക്ടറേറ്റിൽ ഹാജരായി വിശദാംശങ്ങൾ നൽകും. സ്കൂൾ അധികൃതരോടും ഇന്ന് കളക്ടറേറ്റിൽ എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷയം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് അന്വേഷിക്കും. റാഗിങ്ങിനെ തുടർന്നാണ് ആത്മഹത്യ എന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് അന്വേഷണം. മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് പ്രബിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രബിനെതിരെ ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം തുടങ്ങിയ വകുപ്പുകൾ കൂടി ചുമത്തും. വിഷ്ണുജയ്ക്ക് സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. വിഷ്ണുജ നേരിട്ടത് കടുത്ത പീഡനമെന്ന സുഹൃത്തിന്റെ മൊഴിയും പുറത്തുവന്നിരുന്നു. ധനുവച്ചപുരത്ത് റിട്ടയർഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് സെലീനാമയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത നീക്കാൻ പോലീസ് ശ്രമം. ഇന്ന് സെലീനാമയുടെ കല്ലറ തുറന്നു പരിശോധിക്കും. കുടുംബാംഗങ്ങളാണ് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് രംഗത്തെത്തിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTCയിൽ ഇന്ന് പണിമുടക്കാണ്. പണിമുടക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ TDF ആണ് പണിമുടക്കുന്നത്. നമുക്കറിയാം, അത് പ്രതിപക്ഷ സംഘടനകളുടെ യൂണിയൻ കൂടിയാണ്. അർദ്ധരാത്രി ആരംഭിച്ച പണിമുടക്ക് നാളെയാണ് അവസാനിക്കുക. ശമ്പളവും പെൻഷനും എല്ലാ മാസവും 1-ാം തീയതി വിതരണം ചെയ്യുക, DA കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. ഇടുക്കി CPM ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. തൊടുപുഴയിലാണ് സമ്മേളനം നടക്കുക. 17 വർഷങ്ങൾക്ക് ശേഷമാണ് തൊടുപുഴ CPMന്റെ ഒരു ജില്ലാ സമ്മേളനത്തിന് വേദിയാകുന്നത് എന്നുള്ളതാണ്. നാളെ പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. സ്മാർട്ട് അംഗനവാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. തിരുവനന്തപുരം ജനാർദ്ദനപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. 30 സ്മാർട്ട് അംഗനവാടികളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഇന്ന് പലയിടങ്ങളിലും ചൂട് വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ഗാസ വെടിനിർത്തലിന്റെ 2ാം ഘട്ട ചർച്ചകൾ ഇന്ന് ആരംഭിക്കും. ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കാനും വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക് നീട്ടാനും 2ാം ഘട്ട ചർച്ചയിൽ തീരുമാനം കൈക്കൊള്ളും എന്നാണ് സൂചന. വാഷിംഗ്ടണിൽ വെച്ച് ബെഞ്ചമിൻ നെതന്യാഹു നാളെ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും.